ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹിമാക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ചാപ്റ്റർ, 2 ക്വസ്റ്റ്യൻ, ഷുവർ ആൻസർ, ഷുവർ മാർക്ക് എന്ന മോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടന്ന എക്സാമുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനിങ്ങിന്റെ മറ്റൊരു സെക്ഷനിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +2 ഹിസ്റ്ററിയിലെ 11ാം ചാപ്റ്ററാണ്. ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 11ാം ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 1857 കലാപവും ബ്രിട്ടീഷ് രാജ്യം എന്ന് പറയുന്ന ഭാഗമാണ്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാമിന് വന്നിട്ട് ഒരു ഭാഗം എന്ന് പറയുന്നത് 1857 കലാപത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു, എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ 1857 കലാപത്തിന്റെ കാരണങ്ങളും ബ്രിട്ടീഷ് ഗവൺമെന്റ് എങ്ങനെയാണ് ഈ കലാപത്തെ അടിച്ചമർത്തിയത്, ഈ 3 ഭാഗം ഇതിലെപ്പോഴും ഇങ്ങനെ മാറി മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് ഈ 3 ഭാഗത്തെ പഠിച്ചു കഴിഞ്ഞാൽ ഈ 3 രീതിയിലെ ക്വസ്റ്റ്യൻക്ക് ആൻസർ ചെയ്താം. ഒന്ന്, 1857 കലാപം വിശദമായി എഴുതുക എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട തുടക്കം എങ്ങനെയായിരുന്നു, കാരണം എന്താണ്, ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് അടിച്ചമർത്തിയത്, ഇത് എഴുതാനായിട്ട് പറ്റും. ഇനി അതല്ല, ഇത് പേഴ്സണൽ ആയിട്ട് ചോദിക്കാറുണ്ട്. 1857 കലാപം തുടങ്ങിയത് എങ്ങനെയാണ്, ഇല്ലെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു, അതല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇത് അടിച്ചമർത്തിയത്, പേഴ്സണലി ആയിട്ടും വരാറുണ്ട്. നമ്മളിവിടെ പഠിക്കുന്നത്, ഇവിടെ നമ്മൾ ആകെ ചർച്ച ചെയ്യുന്നത് 1857 കലാപത്തിന്റെ തുടക്കം എന്തായിരുന്നു, ബ്രിട്ടീഷുകാർ എങ്ങനെ അടിച്ചമർത്തി, ഈ രണ്ട് കാര്യം മാത്രമേ ചർച്ച ചെയ്യുള്ളൂ. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പഠിക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒന്ന്, 1857 കലാപം നടക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നിർബന്ധമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഇതിന് വരാൻ സാധ്യതയുള്ള ഒന്നാണ് അവധിലെ കലാപം. പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ പഠിച്ചോളൂ. ഓക്കെ, അപ്പം ചർച്ച ചെയ്യാൻ പോകുന്ന 1857 കലാപത്തിന്റെ തുടക്കം എന്തായിരുന്നു, എങ്ങനെയാണ് അത് തുടങ്ങി വെച്ചതെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ പട്ടാളക്കാർ അഥവാ ശിപായിമാർ ആരംഭിച്ച കലാപമാണ് 1857 കലാപം എന്ന് പറയുന്നത്. പല ചരിത്ര ഭാഗങ്ങൾ നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. 1857 മെയ് 10 മീററ്റിലെ സൈനിക ക്യാമ്പിലാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. പല സ്ഥലങ്ങളിലും കലാപങ്ങൾ ആരംഭിച്ചത് ഒന്നുകിൽ വൈകുന്നേരം ഉണ്ടായിരുന്ന പരിശീലനത്തിന്റെ ഭാഗമായുള്ള വെടിശബ്ദത്തോടെയോ അല്ലെങ്കിൽ ബ്യൂഗിളിന്റെ ശബ്ദത്തോടെയോ ആയിരുന്നു. കലാപകാരികൾ ആദ്യം ബെൽ ഓഫ് ആംസ് ആയുധ സംഭരണശാലകൾ പിടിച്ചെടുക്കുകയും ഖജനാവ് കൊള്ളയടിക്കുകയും ചെയ്തു. പിന്നീട് ജയിൽ, കോടതി, പോസ്റ്റ് ഓഫീസ്, ടെലഗ്രാം ഓഫീസ്, അതുപോലെ തന്നെ ബംഗ്ലാവുകൾ, ട്രഷറികൾ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ അവർ ആക്രമിച്ച് നശിപ്പിച്ചു. അതുപോലെ തന്നെ കാൺപൂർ, ബറേലി മുതലായ പ്രധാന പട്ടണങ്ങളിൽ കുണ്ടികക്കാരും അഥവാ വട്ടിപ്പലിശക്കാരും സമ്പന്നന്മാരും കലാപകാരികളുടെ വലിയ അക്രമത്തിന് ഇരയായി. തുടർന്ന് ശിപായിമാർ ഡൽഹിയിലേക്ക് നീങ്ങി. കലാപകാരികൾ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനെ കലാപത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചു. ഈ അഭ്യർത്ഥന ബഹദൂർ ഷാ ആദ്യം നിരാകരിച്ചെങ്കിലും പിന്നീട് കലാപകാരികളുടെ കൂടെ അദ്ദേഹത്തിന് കൂടേണ്ടി വന്നു. ശരിക്കും ബഹദൂർ ഷാ സഫർ രണ്ടാമന്റെ അന്ത്യത്തിന് കാരണം 1857 കലാപമായിരുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോ കലാപത്തിന്റെ തുടക്കം ശിപായിമാരിൽ നിന്നാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഭാഗമാണിത്. എന്തിനാണ് ശിപായിമാർ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അതൊരു ചോദ്യമല്ലേ. ഇവരെന്തിനാ കലാപം ഇവര് കലാപത്തിന് കോപ്പ് കൂട്ടുന്നത് എന്തിനാണ്, ഇങ്ങനെ യുദ്ധം വേണം അല്ലെങ്കിൽ ഞങ്ങൾക്കിത് പറ്റൂല, ഒരു എതിർ ശബ്ദം കൊണ്ടുവരികയാണല്ലോ. അത് എന്തിനു വേണ്ടിയായിരുന്നുള്ളത് നമുക്ക് നോക്കിക്കൂടെ. അങ്ങനെ നോക്കുമ്പോൾ കലാപത്തിന്റെ കാരണങ്ങൾ പറയേണ്ടതായിട്ട് വരും. അതിലൊന്ന്, സൈന്യത്തിന് പുതുതായി ഉപയോഗിച്ചു തുടങ്ങിയ എംഫീൽഡ് റൈഫിളിന്റെ തിരകളിലുള്ള ഈ സൈന്യത്തിന്റെ പുതുതായി ഉപയോഗിച്ചു തുടങ്ങിയ എംഫീൽഡ് റൈഫിളിന്റെ തിരകളിലുള്ള കിംവദന്തികൾ കലാപത്തിന് വലിയ കാരണമായിട്ടുണ്ട്. അഥവാ ഈ തിരയില്
പശുവിന്റെയും പന്നിയുടെയും നെയ്യ് യൂസ് ചെയ്യുന്നുള്ളൊരു കിംവദന്തി പട്ടാള ക്യാമ്പിൽ ആകെ പടർന്നിരുന്നു. അപ്പോ പന്നി എന്ന് പറയുന്നത് മുസ്ലിംസിനും പശു എന്ന് പറയുന്നത് ഈ ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാക്കപ്പെട്ടൊരു സാധനമാണ്. രണ്ട് ജീവികളാണ്. ഇതിന്റെ നെയ്യ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ അത് വലിയ പ്രയാസം സൃഷ്ടിക്കപ്പെടുമെന്ന് അവര് പറയുകയും പല ഭാഗത്തും ഇവര് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ വേണ്ട രീതിയിൽ ഇതിന് ഒരു വേണ്ട രീതിയിൽ ഇതിനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അങ്ങോട്ട് പരിഗണിച്ചില്ല എന്ന് വേണം നമ്മൾ പറയാനായിട്ട് വേണ്ടി. മറ്റൊന്ന്, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ജാതിയും മതവും തകർക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗൂഢാലോചന നടത്തുന്നതായിട്ടുള്ളൊരു കിംവദന്തി പൊട്ടിപ്പുറപ്പെട്ടു. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയാണെന്നുള്ള മറ്റൊരു ഭാഗം. ലാസ്റ്റ് വൺ, പ്ലാസി യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമെന്നുള്ള ഒരു കിംവദന്തിയും ആകെ മുഴങ്ങിയിരുന്നു. ഇതെല്ലാം കലാപത്തിന്റെ കാരണങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് 1857 കലാപം പൊട്ടിപ്പുറപ്പെടുന്നതെന്ന് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണെന്ന് മനസ്സിലാക്കുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, മുൻപോട്ട് പോകാം. ഞാൻ വാട്സാപ്പിൽ കൊടുക്കുന്നുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് ചോദിക്കാം കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മറ്റൊരു ഭാഗം എങ്ങനെയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ കലാപത്തെ അടിച്ചമർത്തിയത് എന്നുള്ളതാണ്. 3 രീതിയിലാണ് അടിച്ചമർത്തൽ ഉണ്ടായത്. ഒന്ന് നിയമപരമായ നടപടി, മറ്റൊന്ന് സൈനികപരമായ നടപടി, ലാസ്റ്റ് വൺ ഒരു നയപരമായ നടപടി. ഇങ്ങനെ 3 രീതിയിലുള്ള നടപടികളാണ് വന്നത്. എന്തായിരുന്നു നിയമപരമായ നടപടി? 1857 ജൂൺ മാസമാകുന്നതിന് മുൻപ് തന്നെ നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു കലാപകാരികൾക്കെതിരെ. കലാപത്തിൽ പങ്കെടുക്കുന്നത് ആരാണോ അവരെ പിടിച്ചെടുക്കാനും അതുപോലെ തന്നെ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും സൈനിക മേധാവികൾക്ക് ഉത്തരവ് നൽകി. അതിനോടൊപ്പം തന്നെ ഒറ്റ ശിക്ഷയെ ഉണ്ടായിരുന്നല്ലോ, അത് വധശിക്ഷയായിരുന്നു. ഇത് പിന്നീട് മേധാവികൾ മാത്രമല്ല കേട്ടോ, ഏതൊരു ബ്രിട്ടീഷ് പൗരനും വധശിക്ഷ നടപ്പിലാക്കാനും വിചാരണ ചെയ്യാനും പറ്റുന്ന രീതിയിലേക്കൊക്കെ ഈ കാളനിയമം ഇത് മാറുന്നുണ്ട്. വളരെ സങ്കടകരമാണ് അതൊക്കെ. എന്തായാലും ഇതായിരുന്നു നിയമപരമായ നടപടി. ചെയ്യാൻ പോകുന്ന നരഹത്യയെ ആദ്യമേ നിയമമാക്കി അങ്ങോട്ട് മാറ്റി ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇനിയും ഇതിലെ രണ്ടാമത്തെ ഭാഗം സൈനിക നടപടിയാണ്. ഡൽഹി ആയിരുന്നു കലാപകാരികളുടെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്. അവിടേക്ക് പഞ്ചാബിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നും സൈന്യത്തെ പറഞ്ഞയച്ചു. ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി ഈ കലാപത്തെ അങ്ങ് അവസാനിപ്പിച്ച് കളയാമെന്നാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് കരുതിയത്. പക്ഷെ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആഴമുള്ളൊരു കിണറിലേക്ക് ഇറങ്ങുന്നത് പോലെ അറ്റം കാണാത്തൊരു ഭാഗമാണെന്ന് മനസ്സിലാക്കിയത്. ജൂണിൽ തുടങ്ങിയ ഈ കലാപത്തിനെതിരെയുള്ള ഗവൺമെന്റിന്റെ നീക്കം അവസാനിക്കുന്നത് സെപ്റ്റംബറിൽ മാത്രമാണ്. അത്രയും വലിയ ജനങ്ങളുടെ പിന്തുണ ഈ ഒരു കലാപത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നീട് തങ്ങളുടെ ചൊൽപ്പടിയിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ട് പറ്റി എന്നുള്ളതാണ് സത്യം. എന്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടതേ, ഇതൊക്കെ ചെറിയ ചെറുത്തുനിൽപ്പുകളാണ്. ഒരു ആനയെ ഒരു മുയല് ആക്രമിക്കുന്ന പോലെയൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇതിനൊക്കെ എടുത്തിടാനുള്ളൂ. പക്ഷെ ഇവരൊക്കെ ധീരതയോടുകൂടി പോരാടി എന്നുള്ളതാണ് വലിയ സത്യം. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. എന്തായാലും മൂന്നാമത്തെ ഭാഗം നയപരമായ രീതിയായിരുന്നു. ഇവരെ അടിച്ചമർത്താൻ സൈനികമായിട്ടോ നിയമപരമായിട്ടുള്ള ഒരു നടപടിയോ പോരാ. ഈ നയപരമായിട്ട് ചില നടപടികൾ കൂടി വേണമെന്നുള്ള കൺസെപ്റ്റിലേക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് എത്തുമായിരുന്നു. അങ്ങനെ എത്തിയതിനു ശേഷം അവർ തീരുമാനിച്ചു, ഇതൊരു ശിപ്പായി ലഹള അല്ലെങ്കിൽ പട്ടാളക്കാർക്കിടയിൽ ഉണ്ടായ പ്രശ്നമായിട്ടല്ല പുറം ലോകം കാണേണ്ടത്. ഇത് ജന്മിമാരും കർഷകരും അല്ലെങ്കിൽ പ്രഭുക്കന്മാരും കർഷകരും തമ്മിൽ വിഷയമായിട്ട് കാണണമെന്നാണ് അവർ കണ്ടത്. അതിനുവേണ്ടി ചില ഉത്തരവുകളൊക്കെ ഇറക്കണമെന്നത്. കലാപകാരികൾ പിടിച്ചെടുത്ത ജന്മിയുടെ കൃഷിയിടം തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് കർഷകരും ഭൂപ്രഭുക്കളും തമ്മിലുള്ള പ്രശ്നമാണ് എന്നുള്ളതാണ്. അങ്ങനെ
ഒരു നിയമം കൊണ്ടുവരുന്നു. അതിനോടൊപ്പം തന്നെ കലാപകാരികൾക്ക് കൂടെ എന്ന് ജന്മിമാരുണ്ടല്ലോ, അവർക്കെതിരെ ശക്തമായ നടപടികൾ വേറെയും എടുക്കുന്നു. ഇങ്ങനെ ഒരു നയപരമായിട്ട് നടപടികൾ കൂടെ സ്വീകരിക്കുന്നുണ്ട്. 3 രീതിയിലാണ് അടിച്ചമർത്തൽ വന്നത്. ഒന്ന് നിയമപരം, മറ്റൊന്ന് സൈനികപരം, ലാസ്റ്റ് വൺ നയപരം. ഓക്കെ, ഒരിക്കലും മറക്കരുത്. സംശയങ്ങൾ ചോദിക്കാൻ വാട്സപ്പ് നമ്പർ നൽകുന്നുണ്ട്, ഉപയോഗപ്പെടുത്തിക്കൊള്ളാം. അതുപോലെ തന്നെ നോട്ട്സ് വേണമെങ്കിൽ ചോദിക്കണം. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.